അത് കോഴിക്കോട് കണ്ണാടിക്കലിന്റെ കാര്യമാണ്. കക്കോടിയിലും സ്ഥിതി ഗുരുതരമാണ്. വെള്ളക്കെട്ട് രൂക്ഷമാണ്. വീടിന്റെ രണ്ടാം നിലയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് നിരവധി മനുഷ്യർ. പലരെയും പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നു. പെട്ട് നിൽക്കുന്ന ആളുകളെ വാർപ്പിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇപ്പൊ വെള്ളം കുറയോ വെച്ചിട്ട് ഭാഗത്തേക്ക് ഒരു വണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ഞങ്ങള് പോണില്ല, ഞങ്ങൾ ഇവിടെ തന്നെ വെള്ളം അങ്ങനെ കേറൂല വിചാരിച്ചു. പെട്ടെന്ന് രാത്രി അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി. പെട്ടെന്നുള്ള ഒരു ഡാം തുറന്നിട്ട് അങ്ങനെയുള്ളൊരു ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഫർണിച്ചറൊക്കെ ഞങ്ങൾ മുകളിലേക്ക് കെട്ടിയത്. ഫാമിലിയായിട്ട് വെള്ളം ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുകയാണോ? ഫാമിലി ഞങ്ങൾ 2-3 ആളുണ്ട്. ഞാനും ഭാര്യയും മോനും. ശരി. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, മഴ മാറിയിട്ടില്ല. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ജില്ലയിൽ ആകെ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. എന്താണ് കക്കോടിയിലെയൊക്കെ സ്ഥിതി? ഞാനുള്ളത് കക്കോടി പാലത്തിന് സമീപമാണ്. തൊട്ടപ്പുറത്ത് പൂനൂർ പുഴ കര കവിഞ്ഞ് കലിതുള്ളി ഒഴുകുകയാണ്. ഈ കാണുന്ന റോഡ് ഇത് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ റോഡ് ഇവിടെ നിന്നും തുടങ്ങിയാൽ എത്തുന്നത് കണ്ണാടിക്കലിലേക്കാണ്. ആ 2 കിലോമീറ്ററും ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണുള്ളത്. ഇത് ആരംഭത്തിലൊന്നും അത്രത്തോളം വെള്ളമില്ലെങ്കിൽ പോലും അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും കഴുത്തറ്റം വരെ വെള്ളമുണ്ട്. ചിലടത്തൊക്കെ വല്ലാത്ത കുത്തൊഴുക്കാണ്. ഇത് നോക്കിയാൽ കാണാം, വല്ലാത്ത രീതിയിലാണ് ഈ പൂനൂർ പുഴ കര കവിഞ്ഞ് ഒഴുകുന്നത്. വലിയ കുത്തൊഴുക്കുണ്ട്. പുഴ ചെന്ന് ഈ വെള്ളം ചെന്ന് പോകുന്നത് ഈ പൂനൂർ പുഴയിലേക്ക് തന്നെയാണ്. അവിടെ വലിയൊരു വളവുണ്ട്. ആ വളവിൽ നിന്നാണ് പുഴ ഇത്തരത്തിൽ കര കവിഞ്ഞ് ഈ ഭാഗത്തേക്ക് വെള്ളം കയറുകയും നിരവധി വീടുകൾ വെള്ളത്തിലാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് ഏതാണ്ട് ഒരു 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരിൽ ചിലരെയൊക്കെ ഇതിനോടകം തന്നെ റെസ്ക്യൂ ടീം അവിടെ നിന്നും സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്കൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ചില ആളുകൾ ഇപ്പോഴും വീടുകളിൽ തുടരുകയാണ്. അവർ മുകളിലെ നിലകളിലൊക്കെയാണ് താമസിക്കുന്നത്. എങ്കിലും ഈ വെള്ളത്തിന്റെ അളവ് അത് കുറയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ചില വീടുകളിൽ വൃദ്ധരായ ആളുകൾ മാത്രമാണുള്ളത്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഒരു ടീം അല്പം മുമ്പാണ് ഒരു വൃദ്ധ ദമ്പതികളെ ഈ വീട്ടിൽ നിന്നും റെസ്ക്യൂ ചെയ്ത് കരയിലേക്ക് എത്തിച്ചത്. ഇവിടുത്തെ ആളുകളൊക്കെ ഒപ്പം ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ റെസ്ക്യൂവിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണല്ലേ? ഇപ്പോഴും കുറെ പേര് അവിടെ ഉണ്ടോ? അവിടെ ഒരു 10-50 വീട്ടുകാർ ഉണ്ട്. അവിടെ പാപ്പാര് വെള്ളം കയറില്ല എന്നുള്ള നിലവിൽ ഇപ്പോൾ കയറുന്നില്ല. രാത്രി 1 മണി വരെ വെള്ളം ഓൾറെഡി കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതേ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി ഷട്ടർ തുറക്കുകയാണെങ്കിൽ അവർക്കുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതാണ് നസ്ക റെസ്ക്യൂ ടീമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വിളിച്ചിട്ട് ഇന്നലെ രാത്രി റെസ്ക്യൂവിന് വേണ്ടി പോയിട്ടുണ്ട്. ഇനി അവരെ വിളിച്ചിട്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം ഇനി കയറുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും. താഴത്തെ നിലയിലൊക്കെ വെള്ളം ആയിട്ടുണ്ടാവും പല വീടുകളിലും. നിലയിലൊക്കെ എല്ലാ വീട്ടിലും വെള്ളം ഓൾറെഡി ആയിട്ടുണ്ട്. കിണർ കാര്യങ്ങളൊക്കെ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ റെസ്ക്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ആഹാരം പാകം ചെയ്യാനോ കഴിക്കാനോ ഒന്നും ഉണ്ടാവില്ല. അടുക്കട മുഴുവൻ വെള്ളത്തിലായിട്ടുണ്ടാവും. അവരിപ്പം പറയുന്നത് ഓൾറെഡി അവരുടെ അടുത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലെവലിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ മഴ പെയ്ത് ഡാം തുറക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഷട്ടർ പൊന്തിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും. ആരെങ്കിലും സന്നദ്ധത അറിയിച്ചാൽ ഉടൻ തന്നെ കൂട്ടിയിട്ട് വരും. ഞങ്ങൾ നസ്രന്റെ ഗ്രൂപ്പുകളുണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങൾ ഈ പൊതുവേ ഉള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് ഇവിടെ. ഏതായാലും ഒരു 100-ലധികം വീടുകൾ ഇതിന്റെ ഉള്ളിലേക്ക് ഉണ്ടല്ലേ? 100-ലധികം വീടുകളുണ്ട്. കുറെ സ്വയം ഒഴിഞ്ഞു പോയലുണ്ട്. കുറെ നാട്ടുകാർ തന്നെ പോകുന്നു. പിന്നെ കുറെ വരാത്ത ആളുകളാണ്. ഞങ്ങൾ വരുന്നില്ല നിൽക്കുന്നുണ്ട്. വീട്ടിനാരെ പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരെ മാത്രമേ ഉള്ളൂ. ഇനി വല്ല ശക്തമായിട്ടുള്ള വെള്ളം കയറ്റാണെങ്കിൽ ഒരു പെട്ട് അങ്ങനെ തന്നെ പറയാം. ഓരോരുത്തരോ പറഞ്ഞാൽ പോരി ഒഴിഞ്ഞോളി 2017 നമുക്ക് അറിയാലോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ആ സംഭവം തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടും. ഇപ്പം മഴ ശക്തമായിട്ടില്ല എങ്കിൽ പോലും രാത്രിയിലൊക്കെ മഴ കൂടുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടാവും. രക്ഷപ്പെടുത്താനും ബുദ്ധിമുട്ടാണ്. കാരണം കറണ്ടില്ല, ലൈനില്ല. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ആളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞോളി. പണ്ട് ഓർമ്മ ബുദ്ധിയുള്ളവര് ഒഴിഞ്ഞു പോയിക്കുന്നു. ഓർക്കറിയാം കുടുങ്ങി പോകുന്നു, പെട്ടു പോകുന്നുള്ളവണ് ഒഴിഞ്ഞു പോയി. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ? ഒറ്റപ്പെട്ട കുറവാണ്. അതൊക്കെ ഓലൊക്കെ നിങ്ങൾ നട്ട് ഒഴിവാക്കിയല്ലോ. പിന്നെ ഒറ്റപ്പെട്ടത് കുറവാണ്. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.